അതെനിക്ക് വിഷമാവും. എനിക്കെന്നല്ല, ഈ നിൽക്കുന്ന എല്ലാവർക്കും, സാറിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അത് സങ്കടാവും സാർ. ഞങ്ങൾ സങ്കടപ്പെടുമ്പോ സാറിന് സ്വസ്ഥത ഉണ്ടാവോ? സാർ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഉണ്ടാവില്ല. സാറിന്റെ ഉള്ളിൽ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ സാറിന്റെ കാല് പിടിച്ച് പറയാം. പ്ലീസ് സർ. ഇവൻ എന്തായി കാണിക്കുന്നേ? ഇവനായിട്ടെല്ലാം കൊളവാക്കൂ. രാജു, നീ എന്താ കാണിക്കുന്നേ? സർ പ്ലീസ് സർ, മാഡത്തിനെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കരുത്. രാജു, നിന്റെ ആത്മാർത്ഥത ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ നിൽക്കുന്ന മാഡം എന്റെ അഭിമാനത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഈ കുടുംബത്തിനെ കുറിച്ച് ചിന്തിച്ചോ? ചിന്തിച്ചില്ല. അത് ഒരിക്കലും ഉണ്ടാകില്ല. സർ, ഇത്രയും നാളും ഇവളുടെ തന്നിഷ്ടം ഞാൻ ക്ഷമിച്ചു. ഇനി എനിക്കതിനാവില്ല. പ്രതാപേട്ട, അവസാനമായി ഒരു പ്രാവശ്യം കൂടെ ഏട്ടന് ഋതുവിനോട് ക്ഷമിച്ചൂടെ? പോലീസുകാർ പുറപ്പെട്ടിട്ടുണ്ട്. അവരുടനെ ഇവിടെ എത്തും. അവരെത്തുമ്പോ ഞാൻ അവരുടെ മുമ്പിൽ നാണം കെട്ട് നിൽക്കണോ? ഇവിടെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് അവരെ കളിയാക്കി തിരിച്ചയക്കണോ? ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ ഞാനായിട്ട് കോമാളി വേഷം കെട്ടിക്കണോ? വേണ്ട സാർ. പോലീസുകാരുടെ മുമ്പില് സാറ് നാണം കിടന്ന അവരെ കോമാളിയാക്കാൻ വേണ്ട. പോലീസ് വരുമ്പോ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ ഒരു പ്രതി വേണം. അത്രയല്ലുള്ളൂ. അത് ഋതിക മാഡം തന്നെ ആവണമെന്നില്ലല്ലോ. രാജു, നീ എന്തൊക്കെയായി പറയുന്നേ? കുറ്റം ഞാൻ ഏറ്റെടുക്കാം സാർ. കാർ ഓടിച്ചിരുന്നത് ഞാനാണ്. ഞാൻ കാരണോ അയാൾക്ക് അപകടം സംഭവിച്ചത്. രാജു, ദൈവത്തെ ഓർത്ത് സാർ ഇതിന് തടസ്സം പറയരുത്. ഇവനെന്താ ഭ്രാന്ത് പിടിച്ചു? യാഗമാണോ ഇത്? ഈ വീട്ടിലെ ഉപ്പും ചോറും തിന്ന് വളർന്നതിന്റെ നന്ദിയാണ് സാർ. ഒത്തിരി സഹായങ്ങൾ സാർ എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിന് പകരം എന്തെങ്കിലും ഒന്ന് ഞാൻ ചെയ്യണ്ടേ സാർ? ഇല്ല രാജു, ഞാനതിന് സമ്മതിക്കില്ല. എനിക്ക് പകരം രാജു ഈ കുറ്റം ഏറ്റെടുക്കേണ്ടതില്ല. ഞാൻ മാഡം, പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യട്ടെ. മാഡം ഒന്ന് സമാധാനിക്കണം. ഇതെന്റെ കടമയാണ്. ഈ ഒരു അവസരത്തില് ഞാൻ ഇത് ഏറ്റെടുത്തില്ലെങ്കിൽ പിന്നെ ഈ വീട്ടിലെ ജോലിക്കാരനായിട്ട് കഴിയാൻ ഞാൻ അർഹനല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് വലിയ ത്യാഗമൊന്നുമല്ല, എന്റെ ഉത്തരവാദിത്വ. അത് ഞാൻ സന്തോഷപൂർവ്വം ചെയ്യുന്നു. ഈ അവസരം എനിക്ക് നിഷേധിക്കരുത് സർ. പോലീസ് വരുന്നതിന് മുമ്പ് നീ എനിക്ക് വിലം കിട്ടു അല്ലേ രാജു? എനിക്ക് സാറിനോട് ഒരു അപേക്ഷയുണ്ട്. എന്നെ ജാമ്യത്തിലിറക്കാൻ സാറ് ശ്രമിക്കരുത്. സാർ ഈ കേസിൽ ഇടപെട്ടു എന്നറിഞ്ഞ മീഡിയ അത് ആഘോഷിക്കും. പ്രതിപക്ഷവും സാറിന്റെ ശത്രുക്കളും അത് സാറിനെതിരെയുള്ള ആയുധമാക്കും.
സർ ആക്സിഡന്റ് ഉണ്ടാക്കിയത് അത് ഞാനാ. എന്നെ അറസ്റ്റ് ചെയ്തോളൂ. നമുക്ക് പോവാം സാർ. സാർ, സാറിനെ കൂടുതൽ വിഷമിപ്പിക്കാൻ നിൽക്കണ്ട സാർ. ഞാൻ ഇയാളെ കൊണ്ടുപോവാണ് സർ. പറ്റിപ്പോയി ചേച്ചി. എന്ത് കുറ്റമാ നീ ചെയ്തേ? ഞാൻ ഓടിച്ച കാറ് ഒരാൾ ഇടിച്ചു ചേച്ചി. സംഗതി അല്പം സീരിയസാ. രാജു, നീ ഡ്രൈവിംഗിൽ എക്സ്പെർട്ട് അല്ലേ? നിന്റെ കയ്യിൽ നിന്ന് ഇതെങ്ങനെ? യന്ത്രമല്ലേ ചേച്ചി, എപ്പോഴും കൈ നിൽക്കണമെന്നില്ലല്ലോ. എന്നാലും നീ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ CA സാറിനോട് പറയുമായിരുന്നല്ലോ. എന്നാലും കുറ്റം കുറ്റം തന്നെയല്ലേ ചേച്ചി. വർമ്മ സാർ അറിഞ്ഞായിരുന്നു? അറിഞ്ഞിട്ടെന്തിനാ? നേരായ കാര്യത്തിനല്ലെങ്കിൽ വർമ്മ സാർ എന്നെ സപ്പോർട്ട് ചെയ്യരുതെന്നായി എന്റെ ആഗ്രഹം. സാറിന്റെ മകളുടെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പമുണ്ടായപ്പോൾ അവളെ സ്റ്റേഷനിൽ നിറക്കിയത് നീയല്ലേ രാജു? അതുപോലെ നിനക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോ അവരും ഇടപെടണ്ടേ? അല്ല രാജു, ശ്രീയുടെ കല്യാണം നിശ്ചയമല്ലേ ഇന്ന്? വീട്ടുകാരറിഞ്ഞോ കാര്യം? ഇക്കാര്യം കുറച്ചു പേരറിഞ്ഞാൽ മതിയെന്ന ചേച്ചി എന്റെ ആഗ്രഹം.